ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്ന് കുറച്ച് മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ മെറ്റീരിയൽസ് കാണിച്ചു തരാമെന്ന് ഓർത്തു. പിന്നെ ഇത് വെച്ച് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മോഡൽ കറണ്ട് പോയിരിക്കണമായിരുന്നു. കറണ്ട് വന്നു. അപ്പം ഞാൻ ഇത് വെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മോഡൽസും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ കുറച്ച് മോഡൽസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കളേഴ്സ് എടുത്തത്. അപ്പോൾ അത് എന്തൊക്കെ മോഡൽസ് ആണെന്നും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ റയോണിൻ്റെ 3 പ്ലെയിൻ കളർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഒരു ഓറഞ്ച്, പിന്നെ ഒരു ഗ്രേ, പിന്നെ ഒരു യെല്ലോ കളറും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് എംബ്രോയ്ഡറി ചെയ്തിട്ട് ഒരു എ ലൈൻ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാനിത് 3 വെച്ചൊരു എ ലൈൻ മോഡലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ട് അതിൻ്റെ ഞാൻ പിക്ചർ കൊടുക്കാം സൈഡിൽ. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ചെയ്ത് പിന്നീട് വരുമ്പോൾ ഞാൻ ഇനി മോഡൽ മാറ്റുമെന്നൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ കണ്ട് തുണി വാങ്ങിച്ചത് ഈ ഒരു മോഡൽസൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്. ഈ യെല്ലോ വെച്ചിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഓരോ മോഡൽ. അത് ഒരു യെല്ലോ വെച്ചിട്ടൊരു ബട്ടർഫ്ലൈ പോലെ സൈഡിൽ വരുന്ന പോലെ ഒരു എ ലൈൻ ഫ്രോക്ക് ചെയ്യാനാണ്. പിന്നെ ഇത് വെച്ചിട്ടും സിമിലറായിട്ട് എന്തെങ്കിലും ഒരു എംബ്രോയ്ഡറി ചെയ്തിട്ട് എ ലൈൻ ഫ്രോക്ക് ചെയ്യാനാണ്. ഇത് വെച്ചിട്ടും സ്ലീവ്ലെസ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഞാൻ സ്ലീവ് വെക്കും, നോക്കിയിട്ട് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഞാനിത് 3 എംബ്രോയ്ഡറി ചെയ്തിട്ട് എ ലൈൻ ഫ്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 3 റയോണിൻ്റെ മെറ്റീരിയൽ എടുത്തത് കേട്ടോ. അപ്പോൾ ഇതിന് മീറ്ററിന് 138 പെർ മീറ്റർ വരുന്നത്. 3 അങ്ങനെ തന്നെ സെയിം റേറ്റാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത്, ഇത് ഞാൻ അങ്ങനെ പാറ്റേൺ ഒന്നും കണ്ടിട്ടല്ല. ഇതൊരു ചെറിയ ഒരു ക്രോപ്പ് ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു പാർട്ടി വെയർ ക്രോപ്പ് ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കിൽ ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിട്ട് ഒരു ക്രോപ്പ് ടോപ്പും. പിന്നെ ഇത് ഓർഗാൻസയുടെ ഫാബ്രിക്കാണ്. ഇത് വെച്ചിട്ട് ഒരു സർക്കുലർ പലാസോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചത്. ഇതിന് ലൈനിങ് കൊടുത്തിട്ടുണ്ട്, ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ അങ്ങനെയൊന്നുമില്ല. ക്രോപ്പ് ടോപ്പും സർക്കുലർ പലാസോയും വരുന്ന പോലെ ഒരു മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ എടുത്തത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കോട്ടൻ്റെ മെറ്റീരിയലാണ്. ഇത് മീറ്റർ 135 ഇത് 1 മീറ്ററാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് ചെയ്യാനുള്ള മോഡൽ ഞാൻ സൈഡിൽ കൊടുക്കാം. അതിൻ്റെ തന്നെ പലാസോ പാൻറ്റ് ചെയ്യാനാണ്. ഇങ്ങനെ ഇത് ടോപ്പ്, ഇത് പലാസോ പാൻറ്റായിട്ട് വരും. ടോപ്പും ബോട്ടം ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ എടുത്തത്. രണ്ടിനും സെയിം റേറ്റാണ്, 135 പെർ മീറ്റർ വരുന്നത്. ഇത് 2 മീറ്റർ എടുത്തിട്ടുണ്ട് പാൻറ്റിന്, ഇത് 1 മീറ്റർ. പിന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കോട്ടൻ്റെ, ഇത് ക്രേപ്പിൻ്റെ ലൈനിങ് എടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു വെൽവെറ്റാണ്. ഇത് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയതല്ല. അവിടെ ഞാൻ തുണി എടുക്കാൻ പോയപ്പോഴത്തേക്കും ഈ ഒരു മെറ്റീരിയൽ മാത്രമായിട്ട് ഇത് ലാസ്റ്റ് ഒരു പീസായിട്ട് വെറുതെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ചോദിച്ചപ്പോൾ ഇത് ലാസ്റ്റ് പീസ് ആയത് കാരണം ഇവർ റേറ്റ് കുറച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 200 പെർ മീറ്റർ പറഞ്ഞത്. അപ്പം ഞാൻ എടുക്കണോ വേണ്ടതെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഇത് ഇത്തിരി ഡാമേജ് ആയിട്ടുണ്ടായിരുന്നേ. ഇത് കണ്ടോ, ഇവിടെ കീറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് അവർ കുറച്ച് തന്ന് 150ക്ക് എടുത്തോ. 2 മീറ്റർ ഉണ്ട്, 150ക്ക് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തതാണ്. പിന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒരു മോഡൽ ചെയ്യാലാന്ന് ഓർത്തിട്ട് എടുത്താണ് കേട്ടോ. നല്ല മെറ്റീരിയലാണ്. ഒരു കോഫി ബ്രൗൺ കളർ പോലെ തോന്നുന്ന മെറ്റീരിയലാണ്. അപ്പോൾ ഇത്രയും മെറ്റീരിയലാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.